ഓർത്തിരിക്കാൻ ഓമനിക്കാൻ കൂട്ടുകാരെ പോരുമോ കണ്ണിനുള്ളിൽ കൺമണി തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈ തകതൈതൈതോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കായിരിക്കും. നമ്മുടെ ഓണാഘോഷം കൂടി കണ്ടാലോ? ഉത്രാടത്തിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഉത്രാടത്തിന് രാവിലെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉത്രാടപ്പാച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എൻ്റെ ഏകദേശം എല്ലാ വീഡിയോസ്, അതായത് ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ വ്ളോഗ്സിൽ നിങ്ങൾ എപ്പോഴും കാണുന്നൊരു സംഭവമാണ്, മാൻഡേറ്ററി ഐറ്റമാണ് അമ്മമ്മയുടെ പുളിയിഞ്ചി. അപ്പോൾ അത് തന്നെയാട്ടോ ഇന്നത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്, നമ്മുടെ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങും. സോ എനിക്ക് പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ ഓണത്തിൻ്റെ സീൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫുള്ള് പറ്റിയിട്ടില്ല, ബട്ട് അത് മൊത്തം ബഹളമായിരുന്നു, അതായത് എല്ലാവരും ഉണ്ടായതുകൊണ്ട്. സോ ഞാൻ വോയിസ് ഓവർ ആട്ടോ അതുകൊണ്ടാട്ടോ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങളിതാ യൂനോ കാച്ചത്, അത് യൂനോ ഊനോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറയുന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അമ്മുവാണ് എനിക്ക് അഞ്ചുശിക്കും പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കളിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തത് രാമനാട്ടിൽ പോവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്, അപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആളെയൊക്കെ കണ്ടാലോ? ഹേ ഹായ്. സോ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന്. അപ്പോൾ ആ ഒരു ഗസ്റ്റ് ഇന്ന് വരാൻ പോവാ കേട്ടോ. അപ്പം നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഞാനും സ്വാതിയും കൂടിയാണ് പോണത്. നമുക്ക് എന്തായാലും ആളെ കാണാം. ഓക്കെ, ഹായ് ഗായ്സ്, ഹായ് പറ. നല്ല വെയിലാട്ടോ. നമ്മൾ നടന്നാ പോകുന്നത്, ബിക്കോസ് ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ട് പിടിച്ചേക്കാം. നടന്നാ പോകുന്നത് ബിക്കോസ് നല്ല ബ്ലോക്കായിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ നടന്നു പോവാണ്. ആ ആളവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ദൂരം കൂടി ഉള്ളൂ, നമ്മൾ എത്താനൊക്കെ ആയി. നമുക്കിനി ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്, ഫൈനലി അവൾ വന്നു കേട്ടോ. ഇതാ വിക്ടോറിയാണ്, അച്ചുവാണ്. അപ്പോൾ അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവളെ നമ്മൾ പിക്ക് ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഒന്നായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് അവൾ വന്നിതാ നമ്മളിനി ഓണം കളറാക്കാൻ പോവാണ്. സോ ഇതാ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവൾ ഇത് എല്ലാവരോടും ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അമ്മൂനുള്ള പൂവാണ് കേട്ടോ, അമ്മൂൻ്റെ വീട്ടിലേക്ക്. നമ്മൾ പാളയത്തിൽ നിന്നാണ് പൂ എടുക്കാറ്. കഴിഞ്ഞ ഓണം വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടാകും. അപ്പോൾ അഞ്ജുവിന് ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ വിക്കിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പൂ അവിടെ ബാക്കി ഇരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് വാങ്ങിയ പൂവ്. അപ്പോൾ അമ്മമ്മ അത് അരിഞ്ഞുകൊണ്ടിരിക്കുക. നാളെ നമുക്ക് പെട്ടെന്ന് പൂവിടണമെങ്കിൽ നമുക്കിത് മൊത്തം അരിഞ്ഞ് വെക്കണം കേട്ടോ. ഈ പ്ലേസിൽ നമുക്ക് ഇന്ന് രാത്രി ചിത്രം വരച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നാളെ നമുക്ക് പൂവിടാലോ, എളുപ്പമല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കും അഞ്ജുശിക്കും ഒന്നും ഈ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് സത്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ആര് വരയ്ക്കുമെന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ തന്നെ അവസാനം വരച്ചു. അപ്പോൾ ഇതിനിടയിൽ നമ്മളിത് കുറച്ച് സദ്യക്കുള്ള ഒരുക്കങ്ങൾ വലിയമ്മ അവിടെ അരിയുന്നുണ്ടായിരുന്നു. ആൻഡ് അഞ്ജുശി തേങ്ങയൊക്കെ ചിരകേണ്ടത്. പിന്നെ നമ്മൾ ഈ പൂ പിച്ചാനുള്ള പണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ തന്നെ ആ ഒരു വരയ്ക്കാനുള്ളൊരു പണി ഏറ്റെടുത്തു. ഞങ്ങളിതാ ഇങ്ങനെ ചരടൊക്കെ വെച്ച് നമ്മൾ വട്ടം വരയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് നോർമലി ഉണ്ണിയേട്ടൻ അല്ലെങ്കിൽ അമ്മു ചേച്ചി അവർ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് അവരാണ് നമുക്ക് പൂക്കളം വരച്ചു തരാറ് കേട്ടോ തലേദിവസം. പക്ഷേ ഇപ്രാവശ്യം അവരൊന്നും ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഈ പണി ഏറ്റെടുത്തു. ഞാൻ എങ്ങനെയൊക്കെയോ ഞാനും ചേച്ചിയും കൂടി ഈ വട്ടമൊക്കെ വരയ്ക്കുന്നതൊക്കെ എത്രയും പണിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ വട്ടമൊക്കെ വരച്ചു കേട്ടോ. ഏകദേശം കറക്റ്റായിട്ട് വട്ടം വന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡിസൈൻസൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നൊരു മട്ടിലൊക്കെ ഞാനങ്ങ് വരച്ച് ഇതാക്കിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എങ്ങനെയോ ഞാൻ വരച്ചൊപ്പിച്ച് വെച്ചൊരു മോഡൽ. ഇതിൽ നമുക്ക് ഫുൾ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നാളെ കാണാം. യെസ്, ഫൈനലി തിരുവോണമായി. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് നമ്മളിതാ വന്ന് നോക്കുമ്പോൾ നമ്മളിന്നലെ രാത്രി എടുത്ത് വെച്ച അരിഞ്ഞ് വെച്ച എല്ലാ പൂവും സെറ്റായി നിൽക്കുന്നുണ്ട്. ആൻഡ് എല്ലാ തിരുവോണം പോലെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങൾ സുന്ദരി കുട്ടികളായില്ലേ? ഞാനും അമ്മും വിക്കിയും കൂടിയാണ് പോണത്. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. രണ്ട് അടുത്തുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിലേക്ക് പോവാണ്. അഞ്ചേച്ചി കുറച്ച് വണ്ടിയിൽ പോയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പോയത് രാമേശ്വരം അമ്പലത്തിലാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിഹാരപുരം അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ച് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. നമുക്കിനി ബാക്കി വേഗം
പൂക്കളിട്ട് തീരണം, ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചയാവും തീരാട്ടോ. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചെയ്തു, ആ സാരി ഉടുത്ത് എനിക്ക് ഇത് ഉടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഇന്നലെ വരച്ചിച്ച ആ പൂക്കളത്തിൽ നമ്മൾ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ. തിരുവോണത്ത് നമുക്ക് വേറെ സ്പെഷ്യാലിറ്റി കൊണ്ട് അഞ്ജുഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. ഉണ്ണേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നോടാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേക്ക് സ്റ്റുഡിയോ നാട്ട് കേക്ക് എടുത്തത് ആൽമണ്ട് ഹണി ആയിരുന്നു. ഞാനും വിളിച്ചിനും കൂടി പോയിട്ടാണ് മേടിച്ചത്. 12:30 ആകുമ്പോഴാട്ടോ നമ്മൾ പോയി മേടിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു, കാരണം നമ്മുടെ ഫസ്റ്റ് ഓർഡർ ആട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ അപ്പം തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തു, കാരണം നമുക്ക് ഇനി ഫുഡ് കഴിക്കുന്ന ടൈമായിട്ടോ. ആദ്യം ദൈവത്തിനും പിതൃക്കൾക്കൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങുള്ളത് കൊണ്ട് നമ്മളിത് ആദ്യം എല്ലാ ഭക്ഷണം കഴിക്കാം. അയ്യോ, ഒരു അടിപൊളി സദ്യക്ക് ശേഷം പിന്നെ കുറച്ച് നേരം ഉറങ്ങി. നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വിക്കിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ടോ. നടക്കുന്നത് കാണിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇന്നത്തെ തിരുവോണം ഡേ നമ്മൾ എൻഡ് ചെയ്തു. കാരണം നമുക്ക് വേറെ രാത്രി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അമ്മ ഇവിടെ വന്നാൽ എപ്പോഴും ഒരു ബിരിയാണി നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അവിട്ടത്തിന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളിതാ നല്ലൊരു അമ്മേൻ്റെ സ്റ്റൈൽ ബിരിയാണിയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്നോട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എന്നാൽ അതിൻ്റെ മുകളിലേക്ക് ഇടാമെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ഏരിയയാണ് സലാഡ് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയ പണിയൊന്നുമില്ല, പക്ഷേ എൻ്റെ കണ്ണ് നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഉള്ളിയൊക്കെ മുറിച്ച് സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി. അത് കഴിഞ്ഞ് വിക്കീൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം പോയി നമ്മളിതാ വീണ്ടും ദമ്മ് തുറക്കുന്നത് കാണിച്ചു. ആൻഡ് അമ്മ ദാ നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ വിക്കി ഇത് ആദ്യം ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിക്കീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. പായസം, ഐസ്ക്രീം, ഞാൻ കേക്കും കൂടി വെക്കും. കേക്ക് വെറൈറ്റി തന്നെ കഴിക്കുന്നുണ്ട്. അപ്പുട്ടേട്ട് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ യൂനോ കട്സ് വീണ്ടും കളിക്കുകയാണ്. അപ്പുട്ടേട്ട് നമുക്ക് കുറേ നിയമങ്ങൾ പറഞ്ഞത് ഇതൊന്നും നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മധുരത്തിനായി ഇതൽപ്പം ഐസ്ക്രീമും കഴിക്കുന്നു. ഹേ ഗായ്സ്, സോ എല്ലാവർക്കും ഞങ്ങളുടെ ഓണം വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉത്രാടും തിരുവോണം അവിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു അടിപൊളി ഓണക്കാലം കൂടി കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരും ഒക്കെ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കണം. ഇനി 2-3 ദിവസം കഴിഞ്ഞ് നമ്മളും പോവും, ഇവിടുന്ന് പോവും. പിന്നെ നമുക്ക് കോളേജ് വർക്കാനായി, വീണ്ടും പഴയ പോലെ കോളേജ് ലൈഫായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമുക്ക് വേറെ വ്ലോഗ് വെച്ച് കാണാം. ബൈ ഗായ്സ്.